വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ആദ്യ ദിനം മലയാളം, സംസ്കൃതം, അറബി പരീക്ഷകൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് ആവേശകരമായ തുടക്കം. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ആദ്യ ദിനത്തിലെ മാതൃഭാഷാ പരീക്ഷ ഏറെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. പരീക്ഷ കുഴപ്പമുണ്ടായിരുന്നില്ല, എഴുതാൻ സമയം കിട്ടി. ഇന്ന് ചില ദിവസമൊന്നും കിട്ടിയില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പരീക്ഷ കുറെ പഠിക്കാനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എക്സാം കുഴപ്പമില്ല, ചില ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഹാർഡാണ്. മാർച്ച് 30-നാണ് SSLC പരീക്ഷകൾ അവസാനിക്കുന്നത്. ഹയർ സെക്കൻഡറി, BHSC പരീക്ഷകൾക്കും ഇന്ന് തുടക്കമായിട്ടുണ്ട്. കേരളത്തിൽ സമൂഹം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. നമ്മുടെ വിദ്യാലയമായ തിരുവല്ലാമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC പരീക്ഷ ഇന്ന് വളരെ ഭംഗിയായി, ആദ്യത്തെ പരീക്ഷ വളരെ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ്. ആദ്യത്തെ പരീക്ഷ മലയാളം ഫസ്റ്റ് പേപ്പറായിരുന്നു. 213 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയത്. 213 കുട്ടികൾ എല്ലാവരും സമയത്തെത്തുകയും വളരെ ഭംഗിയായി പരീക്ഷ എഴുതി എന്നാണ് വിശ്വസിക്കുന്നത്. കുട്ടികളുടെ പ്രതികരണവും അതുതന്നെയായിരുന്നു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷാ നടപടികൾ സുഗമമായി നടന്നുവെന്ന് പ്രധാനാധ്യാപിക MS ജയശ്രീ വ്യക്തമാക്കി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. അടുത്ത പരീക്ഷ തിങ്കളാഴ്ചയാണ്. ഇംഗ്ലീഷ് പരീക്ഷയാണ് തിങ്കളാഴ്ച നടക്കാൻ പോകുന്നത്. അതും കുട്ടികളും വളരെ ഭംഗിയായി പ്രിപ്പയർ ചെയ്തു വരുന്നുണ്ട്. രാത്രികാല ക്ലാസ്സുകളും എക്സ്ട്രാ ടൈമിലുള്ള മറ്റ് പകൽ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് കുട്ടികളെ നല്ല രീതിയിൽ അതിന് സജ്ജീകരിച്ചിട്ടുണ്ട്. നല്ലൊരു വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം 100% വിജയമാണ് കുട്ടികളും അധ്യാപകരും PTA പ്രതിനിധികളും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു വിജയം കുട്ടികൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ഉച്ചയ്ക്ക് തുടക്കമാവുകയാണ്. അവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.